നമസ്കാരം. വി ഡി സതീശൻ മരവാഴയോ? വി ഡി സതീശൻ മരവാഴയാണോ? ഈ ചോദ്യം സ്വയം ചോദിക്കാൻ തുടങ്ങിയതുകൊണ്ടാണോ എന്നറിയില്ല. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കെടുക്കില്ല. കോൺഗ്രസ് പാർട്ടിയിലെ പൊതുവികാരം കണക്കിലെടുത്താണ് പിന്മാറ്റമെന്നാണ് വായ്ത്താരി. എന്തൊരു ഭയങ്കര തീരുമാനം അല്ലേ! മുഖ്യമന്ത്രിയുടെ കുടുംബം വിഴിഞ്ഞം സന്ദർശിച്ചതും ഉദ്ഘാടനം 4ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമാക്കിയതുമാണ് പ്രതിപക്ഷം മുഖ്യമായും ഉയർത്തുന്ന എതിർവാദങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇത്രയും വലിയ വിവാദമായപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചുവെന്ന് വരുത്തുകയാണ് സർക്കാർ. ആ ലക്ഷ്യമാണ് എന്ന് കോൺഗ്രസ് പാർട്ടി കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. അപമാനിക്കാനുള്ള നീക്കത്തിന് നിന്നുകൊടുക്കേണ്ട എന്നാണ് പാർട്ടിയുടെ ഒരു പൊതുവികാരം എന്ന് പറയപ്പെടുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ സർക്കാർ ക്ഷണിക്കാത്തതിൽ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. വിമർശനം ശക്തമായതോടെയാണ് പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് വീണ്ടും ക്ഷണിക്കുന്നത്. സർക്കാർ വാർഷികം പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നതിലാണ് വിളിക്കാത്തതെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വാദം. വിഴിഞ്ഞം ട്രയൽ റണ്ണിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതിരുന്നതിനെ അന്ന് സർക്കാർ ന്യായീകരിച്ചത് വലിയ ആഘോഷം വരികയല്ലേ എന്നായിരുന്നു. വിവാദമായതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ തിങ്കളാഴ്ചയിലെ തീയതി വെച്ച് ഇന്നലെ ഉച്ചയോടെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ കത്തെത്തിക്കുന്നു. ആ കത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങ് വിഴിഞ്ഞത്തുണ്ട്. ആ ചടങ്ങിൽ താങ്കളുടെ മഹനീയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്ന് മാത്രമായിരുന്നു. ഇത് മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ആ കത്ത് പോലും അപമാനിക്കുന്നതിനുള്ള ശ്രമമായിട്ടല്ലേ കാണേണ്ടത്? ഇവിടെ അപ്രിയ സത്യങ്ങൾ പറയുമെന്ന് ഭയന്നാകാം വിഴിഞ്ഞത്തേക്ക് തന്നെ വിളിക്കാതിരുന്നത് എന്ന് സതീശൻ ഇതിന് എതിർവാദമായി പറയുമ്പോഴും യാഥാർത്ഥ്യം അതാണോ? അല്ല. പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാവിനെയും മരവാഴകളാണ് എന്ന് വളരെ കൃത്യമായി പിണറായിയും കൂട്ടരും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എന്ന് എന്തുകൊണ്ടാണ് ഇവറ്റകൾ മനസ്സിലാക്കാത്തത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെന്ന് തന്നെ അംഗീകരിക്കുവാൻ വിജയനും ടീമും തയ്യാറല്ല. അതുകൊണ്ടാണ് ആദ്യത്തെ പട്ടികയിൽ ഇടം നൽകാതെ വിവാദമായപ്പോൾ രണ്ടാമത് ഒരു കത്ത് ക്രിയേറ്റ് ചെയ്ത് സതീശൻ്റെ കിടപ്പാടത്തിലേക്ക് കൊടുത്തുവിട്ടത്. ആരാ? വാസവ മന്ത്രി. ഇത്രയൊക്കെ വിലയെ അവർ കാണുന്നുള്ളൂ ഈ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലെ ആദ്യകാല പ്രവർത്തനങ്ങൾ വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ വലിയ പ്രതീക്ഷ കുറേയേറെ കോൺഗ്രസ് പാർട്ടിക്കാർക്കും കേരള സമൂഹത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ തുടർ പ്രവർത്തനങ്ങൾ, തമ്മിലടി ഇവയെല്ലാം കാരണം സതീശൻ എന്ന നേതാവിനെ കാണാൻ കഴിഞ്ഞില്ല. പകരം മുഖ്യമന്ത്രി കുപ്പായം തുന്നിവെച്ച ഒരു അധികാര കൊതിയനെയാണ് ജനം പിന്നെ കണ്ടത് എന്നുള്ളതാണ്. ഒരു നേതാവിൻ്റെ ജനനവും മരണവും അവിടെ തന്നെ നടന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് LDF ഇപ്പോൾ മുതലാക്കിയത്. സ്വന്തം പാർട്ടിക്കാർ വിലമതിക്കാത്ത ഒരു നേതാവിനെ മറ്റു പാർട്ടികൾ എങ്ങനെ അംഗീകരിക്കും? അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത്. ക്ഷണിക്കാതിരിക്കാൻ പിണറായി സർക്കാരിനെ പ്രേരിപ്പിച്ചതടക്കം ഈ ഘടകങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ സർക്കാരിൻ്റെ 4ാം വാർഷിക ഉദ്ഘാടനം ബഹിഷ്കരിച്ച പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞത്തും ക്ഷണിക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. അല്ല, അതെന്തൊരു തീരുമാനമാണ്? അത് മനസ്സിലാകുന്നില്ല. കാരണം വിഴിഞ്ഞം പദ്ധതി എന്ന് പറയപ്പെടുന്നത് ആരുടെയും കുടുംബസ്വത്തോ കുടുംബവകയോ അല്ല, പിണറായി വിജയൻ്റെ കുടുംബകാര്യവുമല്ല, CPMൻ്റെ രാഷ്ട്രീയ പരിപാടിയുമല്ല. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ കമ്മീഷനിങ് ആണ്. അവിടെ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല? അപ്പോൾ സതീശൻ ചോദിക്കുന്നത് പോലെ LDF സർക്കാരിൻ്റെ 4ാം വാർഷികം CPMും BJPയും ഒന്നിച്ചാണോ നടത്തുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണോ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ 4ാം വാർഷികത്തിൽ പങ്കെടുക്കാനാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം പ്രസക്തമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനുത്തരം പറയേണ്ടി വരും CPMും സഖാവ് പിണറായി വിജയനും. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം BJP എന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ ക്ഷണിക്കാൻ കാണിച്ച ഒരു താല്പര്യമുണ്ടല്ലോ. ആ ഒരു താല്പര്യം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുവാൻ ഇല്ലാതായി എന്നുള്ളതാണ്. ഭയമാണ് നിങ്ങൾക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? അപ്പോൾ അതിന് വാസവൻ മന്ത്രിയുടെ മറുപടി മുൻ കേന്ദ്രമന്ത്രി ആയതുകൊണ്ടാണ് ക്ഷണിച്ചത് എന്നാണ്.
എന്നാൽ പിന്നെ എല്ലാ മുൻ കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിക്കേണ്ടതല്ലേ വാസവൻ മിനിസ്റ്ററെ എന്ന് ചോദിക്കേണ്ടി വരും. വീണിടത്ത് കിടന്ന് ഉരുളുന്ന സ്വഭാവം CPMൻ്റെ കൂടപ്പിറപ്പാണ്. പക്ഷേ ഇത്രയൊന്നും ആശ്രിതവത്സലനാകരുത് പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ കൂടെ. നാണമില്ലേ ഇങ്ങനെ മെഴുകി മിനുക്കാൻ എന്ന് ചോദിക്കേണ്ടി വരുന്നു. നമുക്ക് തന്നെ ചോദിക്കുമ്പോൾ നാണക്കേട്. ഒളിച്ചു പിടിക്കാൻ ഒരുപാട് രഹസ്യങ്ങൾ വിജയൻ്റെ മടിയിലുള്ളത് കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഗുമസ്തനായിട്ട് ഇങ്ങനെ തരം താഴുന്നത് ഒരു മുഖ്യമന്ത്രി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലജ്ജാകരം എന്നുകൂടി. ഇത്രയൊക്കെ വിടുപണി പിണറായി വിജയൻ BJPക്ക് വേണ്ടി ചെയ്തിട്ടും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്ന കേന്ദ്ര സർക്കാർ പരസ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രമേ ഇല്ല. അതെന്താ അങ്ങനെ സംഭവിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാത്രം ചിത്രമുള്ള പരസ്യമാണ് ഇംഗ്ലീഷ് ദിനപത്രങ്ങളിലടക്കം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. വികസിത് ഭാരത് 2047ൻ്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പരസ്യത്തിൽ പറയുകയും ചെയ്യുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ പരസ്യത്തിലൊക്കെയും പ്രധാനമന്ത്രിയുടെ ചിത്രവും ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ള വസ്തുത കൂടി പറയട്ടെ. എന്നാൽ മുഖ്യമന്ത്രിയെ ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പരസ്യമായിട്ടുള്ള നീക്കത്തിൽ പരസ്യം നൽകുന്ന നീക്കത്തിൽ സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾക്കിടയിലൊക്കെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ആരും നിങ്ങളുടെ പ്രതിഷേധം മുഖവിലയ്ക്കെടുക്കില്ല എന്ന് പറഞ്ഞോട്ടെ. മോദിയെ കൊണ്ട് പിണറായി അഭിനന്ദന വാക്ക് പറയിപ്പിച്ചാലും കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാകില്ല എന്ന് പറയട്ടെ. ജനങ്ങൾക്കറിയാം വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നത് ആരാണ് എന്ന്. വിഴിഞ്ഞം പദ്ധതി അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നാൾ വഴികളിലെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഊർജവും നേതൃത്വവും കൊണ്ട് ആ പദ്ധതിയെ മുന്നോട്ട് നയിച്ച ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയെ ഓർക്കാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുകൂടി പറയട്ടെ. ആ മനുഷ്യൻ ഒഴുക്കിയ ചോരയും വിയർപ്പും ആത്മസമർപ്പണവും ഓർക്കാതെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ചരിത്ര നിമിഷം പൂർണ്ണമാവുകയില്ല എന്നുകൂടി പറയട്ടെ. അതുകൊണ്ട് തന്നെ ഈ ചരിത്ര പദ്ധതി പൂർത്തിയാകുമ്പോൾ അതിന് ഉമ്മൻചാണ്ടിയുടെ പേര് തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. ചെയ്ത തെറ്റുകൾക്ക് കാലത്തോടും ആ മനുഷ്യനോടും മാപ്പ് ചോദിക്കുവാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളോടെ അതിനോടെങ്കിലും നീതി കാണിക്കുവാനും ഈ സർക്കാർ തയ്യാറാകേണ്ടതാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഓർത്താൽ നല്ലത്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം പദ്ധതി UDF സർക്കാർ കൊണ്ടുവന്ന കാലത്ത് അതിനെ നഖശിഖാന്തം എതിർത്തത് ഇന്നിതാ കേരളം ഭരിക്കുന്ന CPMും അന്നത്തെ പാർട്ടി സെക്രട്ടറിയുമായിട്ടുള്ള ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് എന്നതും കേരളം ഓർക്കേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം 5000 കോടി രൂപയുടെ പദ്ധതിയിൽ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് അഴിമതി ഉണ്ട് എന്നായിരുന്നല്ലോ അന്ന് എതിർക്കുന്നവരുടെ ഒരു സിദ്ധാന്തം എന്ന് പറയപ്പെടുന്നത്. ഒടുവിൽ പിണറായിയും കൂട്ടരും ഭരണത്തിലെത്തിയ ശേഷം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ നൽകിയതോ ക്ലീൻ ചിറ്റ് ഉമ്മൻചാണ്ടിക്ക്. പദ്ധതി തുടങ്ങിയ സമയം സമരം നടത്തി വിഴിഞ്ഞം പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ചവർ ഇന്നതിൻ്റെ പിതൃത്വവും ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ നാണമില്ലേ പിണറായി ഇങ്ങനെ അന്യൻ്റെ കൊച്ചിനെ ഒക്കത്ത് വെച്ച് തൻ്റേതെന്ന് അവകാശപ്പെടാനെന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. നാണമാകുന്നു. ഇനി വേറൊരു കാര്യം പറയട്ടെ. അതായത് ഇത് UDF ഭരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത് എങ്കിൽ അന്ന് CPMൻ്റെ പ്രതിപക്ഷ നേതാവിനെയാണ് ക്ഷണിക്കാതെയാണ് ഇവർ മുന്നോട്ട് പോയത് എങ്കിൽ ഉദ്ഘാടനമേ CPM നടത്തിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. എന്തു ബഹളമായിരുന്നേ. ഇപ്പോൾ സതീശൻ്റെ ഈ പ്രശ്നത്തിൽ ഒരു വാക്ക് മിണ്ടാൻ പോലും ഒരു നേതാവില്ല. അതാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ടാണ് എല്ലാം മരവാഴകളായിപ്പോയി എന്ന് പറയേണ്ടി വരുന്നത്. ഒരൊറ്റൊരുത്തൻ മിണ്ടില്ല ഈ പാർട്ടിയിൽ. അതുകൊണ്ടാണ് കുടുംബസമേതം വിഴിഞ്ഞം സന്ദർശിച്ചത് കുഴപ്പമില്ല, സന്ദർശിച്ചതല്ലാതെ ഔദ്യോഗികമായിട്ട് അവലോകന യോഗമൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞതിനെ നിസ്സാരവൽക്കരിക്കുവാൻ വാസവൻ മന്ത്രിയുണ്ട് കൂട്ടിന്. അപ്പോൾ BJPക്ക് വിടുവേല ചെയ്ത് സ്വന്തം സ്ഥാനമുറപ്പിക്കുവാൻ പെടാപ്പാടുപെടുന്ന വിജയന് പ്രതിപക്ഷത്തെ ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിനെയും BJPയെയും ഭയക്കണം. അവരുടെ തണലിലാണ് ഇപ്പോഴത്തെ ഭരണം. കാരണം കേരളം ഭരിക്കുന്നതും BJP തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ BJP പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന പിണിയാളായ പിണറായിയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.